Welcome to Equilibrium, Section 2, Chemical Equilibrium. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. റൈറ്റ് എ നോട്ട് ഓൺ കെമിക്കൽ എക്വിലിബ്രിയം. കെമിക്കൽ എക്വിലിബ്രിയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് കെമിക്കൽ എക്വിലിബ്രിയം? എക്വിലിബ്രിയം associated with chemical process is called chemical equilibrium. കെമിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട, കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട എക്വിലിബ്രിയമാണ് കെമിക്കൽ എക്വിലിബ്രിയം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നോക്കൂ, ദ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്റ്റേറ്റാണ്, അവസ്ഥ. ഇൻ വിച്ച്, ആ അവസ്ഥയിൽ എന്താണ് പ്രത്യേകത? നമുക്കറിയാം, ദ റേറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി റിവേഴ്സ് റിയാക്ഷൻ, അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ആൻഡ് ദർ ഈസ് നോ നെറ്റ് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഈസ് കോൾഡ് കെമിക്കൽ എക്വിലിബ്രിയം. അപ്പോൾ കെമിക്കൽ എക്വിലിബ്രിയത്തിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്റ്റേറ്റാണ് അല്ലേ, ദ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അതായത് റിവേഴ്സ് റിയാക്ഷൻ. മറ്റൊരു പ്രത്യേകത എന്താണ്? ദർ ഈസ് നോ നെറ്റ് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ എക്വിലിബ്രിയം. ദ സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ദ റേറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദി റിവേഴ്സ് റിയാക്ഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. ആൻഡ് ദർ ഈസ് നോ നെറ്റ് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഈസ് കോൾഡ് കെമിക്കൽ എക്വിലിബ്രിയം. ഇതിനെയാണ് നമ്മൾ കെമിക്കൽ എക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എക്വിലിബ്രിയത്തെ കാണിക്കുന്ന ഒന്ന് രണ്ട് ഗ്രാഫുകൾ പരിശോധിക്കാം. നോക്കൂ, പ്ലോട്ട് ഓഫ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ. റിവേഴ്സിബിൾ റിയാക്ഷനാണ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്. ആരൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ, എക്സ് ആക്സിസിൽ ടൈം. റിയാക്ഷൻ ഏതാണ്? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി അല്ലേ? എയും ബിയും ചേർന്ന് സിയും ഡിയുമായിട്ട് മാറുന്നു, സിയും ഡിയും ചേർന്ന് അല്ലേ എയും ബിയുമായിട്ട് മാറുന്നു. രണ്ട് സൈഡിലേക്കും ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്വിലിബ്രിയത്തെ കാണിക്കുന്നതാണ്. ഇത് റിവേഴ്സിബിൾ റിയാക്ഷനാണ്, റിവേഴ്സിബിൾ റിയാക്ഷനാണ്. അപ്പോൾ എയും ബിയും റിയാക്റ്റൻ്റാണ്, സിയും ഡിയും പ്രൊഡക്റ്റാണ്. നമുക്കറിയാം, കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും, പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടി വരും. നോക്കൂ, ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? എ അല്ലെങ്കിൽ ബി ഏതായാലും കുഴപ്പമില്ല, എയുടെ എമൗണ്ട് കുറഞ്ഞു വരുന്നു. കണ്ടോ, ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. ഇവിടെ എത്തിയാൽ പിന്നെ മാറുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. ഇനി സിയുടെ അളവ് കൂടി വരുന്നു, അല്ലെങ്കിൽ ഡിയുടെ, കണ്ടോ ഗ്രാഫ് മേലേക്കാണ്. ഇവിടെ എത്തിയാൽ പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി, സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിട്ട് മാറി. അപ്പോൾ ഈ അവസ്ഥയാണ് എക്വിലിബ്രിയത്തെ കാണിക്കുന്നത്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ സമയം കടന്നു പോകും തോറും കുറഞ്ഞു വരുന്നു, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ സമയം കടന്നു പോകും തോറും കൂടി വരുന്നു. ഒരു പ്രത്യേക ടൈം കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല. ആ അവസ്ഥയാണ് നമ്മൾ എക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതേ ഗ്രാഫ് ഒന്നുകൂടെ കാണിച്ചത് മാത്രം. ഉണ്ടോ, കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫാണ്. റിയാക്റ്റൻ്റ്
അല്ലേ? റിയാക്റ്റൻ്റ് ഇങ്ങനെ പിങ്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു ഉണ്ടോ, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കൂടി വരുന്നു, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണിച്ചിട്ടുള്ള ഭാഗം എക്വിലിബ്രിയത്തെ കാണിക്കുന്നതാണ്. എത്ര സമയം കടന്നുപോയാലും റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല. ആ അവസ്ഥയാണ് എക്വിലിബ്രിയം. നമ്മൾ പഠിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അമോണിയയുടെ ഫോർമേഷൻ നമുക്കറിയാം. അമോണിയ ഉണ്ടാകുന്നത് നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്നാണ്. ഇക്വേഷൻ നോക്കൂ. N2 ഗ്യാസ് എന്ന് കാണിക്കാനാണ് ബ്രാക്കറ്റിൽ G എന്ന് എഴുതിയിട്ടുള്ളത്. N2 + 3H2 gives 2NH3. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടാകും. ഇതിൻ്റെ എക്വിലിബ്രിയം ഒന്ന് കാണിക്കുകയാണ്. ഹൈഡ്രജൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു. കണ്ടോ, ഗ്രാഫ് താഴേക്കാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ്റെ എമൗണ്ട് അല്ലേ, കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നുണ്ട്, മോളാർ കോൺസെൻട്രേഷൻ. നൈട്രജൻ്റെ എമൗണ്ടും കുറഞ്ഞു വരുന്നു. കണ്ടോ, നൈട്രജൻ്റെ ഗ്രാഫും താഴേക്കാണ്. അമോണിയയുടെ എമൗണ്ട് കൂടി വരുന്നു. കണ്ടോ, ഗ്രാഫ് മേലേക്കാണ്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. തുടക്കത്തിൽ അമോണിയ ഉണ്ടായിരിക്കില്ല, 0 ആയിരിക്കും. അമോണിയയുടെ എമൗണ്ട് കൂടി വരുന്നു. ഒരു പ്രത്യേക ടൈം കഴിഞ്ഞാൽ നൈട്രജൻ്റെയോ ഹൈഡ്രജൻ്റെയോ അമോണിയയുടെയോ എമൗണ്ട് മാറ്റം വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ അവസ്ഥയാണ് നമ്മൾ എക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ എക്വിലിബ്രിയത്തെ സംബന്ധിക്കുന്ന ചില ഗ്രാഫുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അടുത്തൊരു ഗ്രാഫ് നോക്കുകയാണ്. ഡെപ്പിക്ഷൻ ഓഫ് എക്വിലിബ്രിയം ഇൻ ദ റിയാക്ഷൻ. ഏതാണ് റിയാക്ഷൻ? H2 + I2 gives 2HI. ഹൈഡ്രജനും അയോഡിനും ചേർന്ന് ഹൈഡ്രജൻ അയോഡൈഡ് ഉണ്ടാകും, HI. ഇതിൽ നോക്കൂ, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ എമൗണ്ടാണ്. തുടക്കത്തിൽ 0 അല്ലേ, റിയാക്ഷൻ തുടങ്ങുമ്പോൾ 0 ആണ്. ഹൈഡ്രജൻ അയോഡൈഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ എമൗണ്ട് കൂടി 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 ഇങ്ങനെ വന്നു ഉണ്ടോ, കൂടി വന്നു, പ്രൊഡക്റ്റായിട്ട് മാറി. ഇനി റിയാക്റ്റൻ്റ് ആരാ നമുക്കറിയാം, H2I2. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് H2-ൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ I2-ൻ്റെ അളവ് കുറഞ്ഞു വരുന്നു, അതവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ എക്വിലിബ്രിയം വരുന്നത് കണ്ടോ, ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ്, ഈ സെൻട്രൽ പോർഷനിലാണ്. ഈ സമയത്ത് ഹൈഡ്രജൻ അയോഡൈഡ് H2I2 ഇവിടെ എമൗണ്ട് കാര്യമായിട്ട് മാറുന്നില്ല അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഈ ഗ്രാഫ് ഈ ഭാഗത്ത് വരുന്നത്. ആ ഭാഗമാണ് എക്വിലിബ്രിയത്തെ കാണിക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഈ റിയാക്ഷൻ നോക്കിക്കാണാം. H2 + I2 gives 2HI, അല്ലെങ്കിൽ 2HI gives H2 + I2. ആ രീതിയിലാണ് ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, HI എന്നുള്ളതിൻ്റെ എമൗണ്ട് കൂടി വരുന്നു അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ H2I2 എന്നുള്ളതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു, ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിലോ HI എന്നുള്ളതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു ഉണ്ടോ, HI എന്നുള്ളതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരുന്നു, H2I2 എന്നുള്ളതിൻ്റെ എമൗണ്ട് കൂടി വരുന്നു. ഏത് ഡയറക്ഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഗ്രാഫിനെ നോക്കി പഠിക്കാൻ പറ്റും, ലെഫ്റ്റ് നിന്നോ അല്ലെങ്കിൽ റൈറ്റിൽ നിന്നോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ് ലോ ഓഫ് മാസ് ആക്ഷൻ. സ്റ്റേറ്റ് ലോ ഓഫ് മാസ് ആക്ഷൻ. ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ് GM ഗുൾബർഗ് ആൻഡ് P. വാച്ച്. ആ പേരൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ലോ ഓഫ് മാസ് ആക്ഷൻ, ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നോക്കൂ, കൺസിഡർ എ ജനറൽ റിയാക്ഷൻ. നമ്മളൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ഏതാണ്? A
എ, ആ ചെറിയ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നതാണ് എന്ത്? റിയാക്റ്റൻറ്റ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നതാണ് റിയാക്റ്റൻറ്റ്. അതിൻ്റെ എണ്ണത്തെയാണ് സ്മോൾ എ കാണിക്കുന്നത്. ക്യാപിറ്റൽ ബി റിയാക്റ്റൻ്റ് ആണ്, അതിൻ്റെ എണ്ണത്തെയാണ് സ്മോൾ ബി കാണിക്കുന്നത്. പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? സിയും ഡിയും. സിയും ഡിയുമാണ് പ്രൊഡക്റ്റ്. ആ സിയുടെ എണ്ണത്തെയാണ് സ്മോൾ സി കാണിക്കുന്നത്, ഡിയുടെ എണ്ണത്തെയാണ് സ്മോൾ ഡി കാണിക്കുന്നത്. അപ്പോൾ എയും ബിയും റിയാക്റ്റൻ്റ്, സിയും ഡിയും പ്രൊഡക്റ്റ്. ആ ചെറിയ ലെറ്റേഴ്സ് കാണിക്കുന്നത് എ, ബി, സി, ഡി എന്നിവയുടെ എണ്ണമാണ്, കോഎഫിഷ്യൻ്റാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടോ? RF എന്ന് എഴുതിയിട്ടുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, ഉണ്ടോ? നേർ അനുപാതത്തിലാണ്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ്, വേഗത എന്തിനോട് പ്രൊപ്പോർഷണലാണ്? എ എന്ന് എഴുതിയിട്ടൊരു ബ്രാക്കറ്റ് കാണാം. വായിക്കേണ്ടത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. അതായത് എ എന്നുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതെന്താ വായിക്കുക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഏതിൻ്റെ പ്രൊഡക്റ്റ്? കോൺസെൻട്രേഷൻ ഓഫ് എ ഗുണിക്കണം കോൺസെൻട്രേഷൻ ഓഫ് ബി. കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടുണ്ട്? റൈസർ ടു ദി പ്രോപ്പർ പവർ അല്ലെങ്കിൽ റൈസർ ടു ദി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഉണ്ടോ? ഈ ഇക്വേഷനിലെ കോഎഫിഷ്യൻ്റ് ആണ് സ്മോൾ എ. അപ്പോൾ എയുടെ പവർ സ്മോൾ എ, ബിയുടെ പവർ സ്മോൾ ബി. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റാം, ഒരു കോൺസ്റ്റൻറ്റ് ചേർക്കാം. RF സമം അല്ലേ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ചേർത്തു, കെ. ഫോർവേഡ് റിയാക്ഷൻ എന്ന് കാണിക്കാൻ KF എന്ന് കാണിച്ചു. KF അല്ലേ? RF ഈക്വൽ ടു KF ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി. കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ KF എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. KF ഈസ് ദ റേറ്റ് കോൺസ്റ്റൻ്റ്. KF എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ എയും ബിയും യൂണിറ്റി ആണെന്ന് കരുതുക. അതായത് കോൺസെൻട്രേഷൻ ഓഫ് എയും കോൺസെൻട്രേഷൻ ഓഫ് ബിയും യൂണിറ്റി ആണ്, അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ KF എന്ന് പറയുന്നത് എന്താണ്? RF ആണ് വരുന്നത്. KF എന്നുള്ളത് RF ആണ്. അപ്പോൾ KF എന്ന് പറയുന്നത് റേറ്റ് തന്നെയാണ്. KF എന്ന് പറയുന്നത് റേറ്റ് ആണ്. എപ്പോൾ? വെൻ ദി മോളാർ കോൺസെൻട്രേഷൻസ് ആർ ഈക്വൽ ടു യൂണിറ്റി. വേണമെങ്കിൽ അങ്ങനെ നമുക്കൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതാം അല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് തെളിയിക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് 1 ആക്കി എടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് എ വെൻ concentration of A is equal to 1 and concentration of B നമ്മൾക്ക് 1 ആക്കി എടുക്കാം. concentration of B ഇവിടെ എഴുതുന്നുണ്ട്. concentration of B is equal to 1. എന്താണ് സംഭവിക്കുക? KF is equal to എന്ത് വന്നു? RF. KF is equal to RF. ഇത് കട്ട് ചെയ്യാം. KF is equal to RF എങ്കിൽ RF is equal to KF. ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. KF is equal to RF എങ്കിൽ RF is equal to KF. ഈ F സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്താണ് താഴെ. ഓക്കെ. അപ്പോൾ KF എന്ന് പറയുന്നത് RF തന്നെയാണ് വെൻ മോളാർ കോൺസെൻട്രേഷൻസ് ആർ യൂണിറ്റി. വേണമെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ എഴുതാം. സോ rate constant is rate of reaction when molar concentrations so rate constant is rate of reaction when molar concentrations are equal to
ആർ ഈക്വൽ ടു യൂണിറ്റി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് തന്നെയാണ് വെൻ മോളാർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. വെൻ മോളാർ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. അപ്പോൾ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് rate constant is rate of reaction when molar concentrations are equal to unit. അപ്പോൾ നമ്മൾ അല്ലേ റേറ്റ് is equal to kf into concentration of A raised to A into concentration of B raised to B. ഇതിൽ നിന്നും നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ പറയാം. ഇത് തന്നെയാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അല്ലേ, ഇതങ്ങളുടെ വേർഡ്സിലേക്ക് ആക്കുക. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസ് റേസ്ഡ് ടു ദി പ്രോപ്പർ പവർ അല്ലെങ്കിൽ റേസ്ഡ് ടു ദി സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻ ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ലോ പറഞ്ഞിരിക്കുന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് റേസ്ഡ് ടു റെസ്പെക്റ്റീവ് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻ ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതായത് എയുടെ പവർ എ ആയിരിക്കണം, ബിയുടെ പവർ ബി ആയിരിക്കണം. അപ്പോൾ ഇത് തന്നെയാണ് അല്ലേ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ തന്നെയാണ് ലോ ഓഫ് മാസ് ആക്ഷൻ. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് റേസ്ഡ് ടു ദി സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് റിയാക്റ്റൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ആർ എഫ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. ഇതിനെ നമ്മൾ വേർഡ്സ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഏത് കിട്ടി? ലോ ഓഫ് മാസ് ആക്ഷൻ കിട്ടി. ഇതുപോലെ നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും എഴുതാം. ബാക്ക്വേർഡ് റിയാക്ഷൻ എങ്ങനെ എഴുതാം? ആർ ബി പ്രൊപ്പോർഷണൽ ടു അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. ഇതും ലോ ഓഫ് മാസ് ആക്ഷനാണ്. ആർ ബി സമം അല്ലേ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കെ ബി ഇൻറ്റു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി. കെ ബി എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് ഫോർ ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി എക്വിലിബ്രിയം ആണെങ്കിൽ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. എന്താ എക്വിലിബ്രിയത്തിലെ പ്രത്യേകത? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, ദാറ്റ് ഈസ് ആർ എഫ് ഈസ് ഈക്വൽ ടു ആർ ബി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ആർ എഫ് എന്നുള്ള സ്ഥലത്ത് എന്തെഴുതാം? കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഈസ് ഈക്വൽ ടു ആർ ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെഴുതാം? കെ ബി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി. ഇനി കെ എഫിനെ കെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇതിനെ നമുക്ക് കെ എഫ് ബൈ കെ ബി എന്നുള്ളതിനെ നമുക്ക് ഒന്ന് ചുരുക്കി എഴുതാം. ഇതിനെ നമ്മൾ കെ സി എന്ന് വിളിക്കുക. അതായത് എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ നമ്മൾ പരിഗണിച്ച റിവേഴ്സിബിൾ റിയാക്ഷനുള്ള എക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനുള്ള എക്സ്പ്രഷൻ നമ്മൾ എഴുതി. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ റേസ്ഡ് ടു ദ പ്രോപ്പർ പവർ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ, അതിൻ്റെ പ്രൊഡക്റ്റ് റേസ്ഡ് ടു ദി പ്രോപ്പർ പവർ. സിയും ഡിയും മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് പവേഴ്സ് വേണം. സി റേസ് ടു സി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് ഈ കോൺസെൻട്രേഷൻ ടേംസിനെ നമ്മൾ റേസ് ചെയ്യണം ടു ദി പ്രോപ്പർ പവർ. അതായത് എ റേസ് ടു എ ആയിരിക്കണം, ബി റേസ് ടു ബി ആയിരിക്കണം. ഇതാണ് എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനുള്ള എക്സ്പ്രഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കെ എഫ് ഡിവൈഡഡ് ബൈ കെ ബി, അതാണ് നമ്മൾ കെ സി ആയിട്ട് എടുത്തത് അല്ലേ. റേഷ്യോ ഓഫ് കെ എഫ് ടു കെ ബി, റേഷ്യോ ഓഫ് കെ എഫ് ടു കെ ബി, അതാണ് കെ സി.
കെ എഫ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഫോർവേഡ് റിയാക്ഷൻ, കെ ബി എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പം കെ സി എന്നുള്ളതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ഈ സി എന്ന് കാണിച്ചത് കോൺസെൻട്രേഷൻ എന്ന് കാണിക്കാനാണ്, അല്ലേ? കോൺസെൻട്രേഷൻ, എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, അതിനാണ് നമ്മൾ കെ സി എന്ന് എഴുതിയത്. വെറും കെ എന്ന് എഴുതിയാലും മതി, പക്ഷേ കൂടുതൽ നല്ലത് കെ സി എന്ന് എഴുതുന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ കെ എന്ന് എഴുതാറുണ്ട്, അല്ലേ? ലോ ഓഫ് മാസ് ആക്ഷൻ മറ്റൊരു രീതിയിൽ പറയാം, കെ എന്ന് എഴുതാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കെ സി എന്നുള്ള സ്ഥലത്ത് കെ എന്ന് എഴുതാറുണ്ട്, കെ സി എന്ന് എഴുതാറുണ്ട്. ചില ബുക്കുകളിൽ കെ ഇ ക്യു എന്ന് എഴുതാറുണ്ട്, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ കെ ഇ ക്യു എന്ന് എഴുതാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സ്പ്രഷനാണത്, ഉണ്ടോ? സി റേസ് ടു സി, ഡി റേസ് ടു ഡി, എ റേസ് ടു എ, ബി റേസ് ടു ബി, കണ്ടല്ലോ. കെ സി എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ എഴുതിയത് മാത്രം, അത്രയേ ഉള്ളൂ. ഓക്കെ, ലോ ഓഫ് മാസ് ആക്ഷൻ നമുക്ക് ഇങ്ങനെയും പറയാം, എളുപ്പത്തിൽ പറയാം. നേരത്തെ ഒരു രീതിയിൽ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാലും മതി. ദ ലോ ഓഫ് മാസ് ആക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ എക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഇക്വേഷൻ. അപ്പോൾ ലോ ഓഫ് മാസ് ആക്ഷനിൽ നിന്നാണ് നമുക്ക് ഈ കെ സിയുടെ എക്സ്പ്രഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് എഴുതി വെച്ചാലും നമുക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ്റെ മാർക്ക് കിട്ടും. ദ എക്വിലിബ്രിയം കണ്ടീഷൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ ഇക്വേഷൻ, ദാറ്റ് ഈസ് ലോ ഓഫ് മാസ് ആക്ഷൻ. അങ്ങനെയും പറയാം. The law of mass action states that the equilibrium condition is expressed by the equation Kc is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. ഈ രീതിയിൽ പറഞ്ഞാലും മതി, ഏതാണ് സൗകര്യമെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടെത്തിയ ഇക്വേഷനെ നമ്മളൊന്ന് വേർഡ്സിൽ പറയാം. അതിനെയാണ് ലോ ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്വിലിബ്രിയം ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് കണ്ടെത്തിയത്? എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്, അല്ലേ? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ, പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സിയും ഡിയും, അല്ലേ? സിയുടെ കോൺസെൻട്രേഷനും ഡിയുടെ കോൺസെൻട്രേഷനും മൾട്ടിപ്ലൈ ചെയ്യുക, റൈസർ ടു ദ പ്രോപ്പർ പവർ, ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, അത് ഗുണിക്കുക, റൈസർ ടു ദി പ്രോപ്പർ പവർ. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എന്ന് നമ്മൾ കണ്ടു, അല്ലേ? കെ സി, കെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് നമ്മൾ കണ്ടു. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം, ഓ എക്വിലിബ്രിയം ലോ എന്ന് വിളിക്കും. അപ്പോൾ അത് വായിച്ച് നോക്കൂ. അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ ദ പ്രൊഡക്റ്റ് ഓഫ് ദി, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദ പ്രൊഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ഷൻ പ്രൊഡക്ട്സ്, അതായത് സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി, ഓക്കെ, റൈസർ ടു ദ respective stoichiometric coefficient in the balanced chemical equation divided by the product of the concentrations of the reactants raised to their individual stoichiometric coefficients has a constant value. This is known as the law of chemical equilibrium or equilibrium law. അപ്പോൾ ലോ ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെയാണ്, സി റൈസ് ടു സി ഇൻറ്റു ഡി റൈസ് ടു ഡി, അതായത് പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ ഗുണിക്കുക, അല്ലേ? ഈ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം? റൈസർ ടു ദ പ്രോപ്പർ പവർ ആയിരിക്കണം, റൈസർ ടു ദി പ്രോപ്പർ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എ, മറ്റൊന്ന് ബി, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, റൈസർ ടു ദി പ്രോപ്പർ പവർ, അതായത് എ റൈസ് ടു എ ഇൻറ്റു ബി റൈസ് ടു ബി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഡിവിഷൻ നടത്തുമ്പോൾ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ കെ സി എന്ന് എഴുതിയത്. ഇതിനെ വിളിക്കുന്ന പേരാണ്, അല്ലേ? ഈ കാര്യത്തിനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കെമിക്കൽ എക്വിലിബ്രിയം ഓർ എക്വിലിബ്രിയം ലോ. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷനെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. ഇതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നമുക്ക് എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതും? ഒരു ഇക്വേഷൻ തന്നാൽ എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എങ്ങനെ എഴുതും? വളരെ എളുപ്പമാണ്. ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു. N2 എന്ന് പറഞ്ഞാൽ ഒരു N2 ആണ്, ഒന്ന് എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് 3H2, 3 എഴുതണം, 3H2 ഗീവ്സ് 2NH3. അപ്പോൾ പ്രൊഡക്റ്റ് ആരാണ്? NH3.
അപ്പോൾ NH3യുടെ കോൺസെൻട്രേഷൻ, അവിടെ വേറെ ഗുണിക്കാനൊന്നുമില്ല, NH3 മാത്രമേ ഉള്ളൂ. അപ്പോൾ NH3യുടെ കോൺസെൻട്രേഷൻ എൻ്റെ പവർ എന്തായിരിക്കണം? ഈ 2 പവറായിട്ട് കൊടുക്കണം. ഈ 2 എന്ന് പറയുന്നത് പവറായിട്ട് കൊടുക്കണം. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ മേലെ എഴുതി. ഇനി റിയാക്റ്റൻ്റ് ആരൊക്കെയാണ്? N2ൻ്റെ കോൺസെൻട്രേഷൻ ഗുണിക്കണം. അപ്പോൾ A എന്നുള്ള സ്ഥലത്ത് N2, B എന്നുള്ള സ്ഥലത്ത് H2 ഉണ്ടോ? B എന്നുള്ള സ്ഥലത്ത് H2. അപ്പോൾ H2ൻ്റെ കോൺസെൻട്രേഷൻ പവർ എന്തായിരിക്കണം? ഈ കോഎഫിഷ്യൻ്റാണ് പവറായിട്ട് വരിക. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്താൽ മതി അല്ലേ? A എന്നുള്ള സ്ഥലത്ത് N2, B അല്ലേ, ക്യാപിറ്റൽ B എന്നുള്ള സ്ഥലത്ത് H2, C ക്യാപിറ്റൽ C എന്നുള്ള സ്ഥലത്ത് NH3. അപ്പോൾ ആ ജനറൽ ഇക്വേഷൻ വെച്ച് നമുക്കിത് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, ഒരെണ്ണം കൂടെ കാണാം. H2 + I2 gives 2HI. പ്രോഡക്റ്റ് ഏതാണ്? HI. അപ്പോൾ HI അതായത് C എന്നുള്ളതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി. പവർ എത്രയായിരിക്കും? 2 ഡിവൈഡഡ് ബൈ A എന്നുള്ള സ്ഥലത്ത് H2, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H2, B എന്നുള്ള സ്ഥലത്ത് I2, കോൺസെൻട്രേഷൻ ഓഫ് I2. പവർ പ്രത്യേകിച്ച് എഴുതണ്ട, കാരണം എന്താ? ഒരു H2 ആണ്, ഒരു I2 ആണ്. അപ്പോൾ H2ൻ്റെ പവർ 1 ആണ്, I2 എന്നുള്ളതിൻ്റെ പവറും 1 ആണ് അല്ലേ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ് ടു 1 ആണ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് I2 റേസ് ടു 1 ആണ്. ഇങ്ങനെ ഏത് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് എക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ബൈ.